ഹിന്ദുക്കളാരും വിഷു ആഘോഷിക്കാൻ വരുന്നൊരു മുസ്ലിമിൻ്റെ അടുത്ത് നിങ്ങൾ കുടി തൊടണമെന്നോ നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരണമെന്നോ ഇതൊന്നും പറയുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മന്തി കഴിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനെ. ഇതിപ്പോൾ മുഹമ്മദ് നബിയെ വെച്ചിട്ടൊരു സംഗതിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതിപ്പോൾ സൗദിയിലോ വല്ല യമനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തല പോയിട്ടുണ്ടാവും. അത് മനഃപൂർവ്വം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. ഈ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മതനിന്ദ ബന്ധപ്പെടുത്തിയിട്ടുള്ള നിയമത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് അള്ളാഹുവിനെ മുഹമ്മദ് നബിനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനും വ്രണപ്പെടാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നാണ് ഞാൻ ചോദിക്കാറ്. നിങ്ങൾ വലിയ ബുദ്ധിജീവിയാണ്, നിങ്ങൾ വലിയ പുരോഗമനം പറയുന്ന ആളാണ് എന്ന് കാണിക്കുന്ന ഒരു എളുപ്പപ്പണിയില്ല, ഒരു ഷോർട്ട് കട്ടാണ്. ഹിന്ദു ദൈവം ഏതെങ്കിലും വഴി പോകുന്ന ഒരു ദൈവത്തെ പിടിക്കുക, രണ്ടെണ്ണം പറയാം, നിങ്ങൾ ഭയങ്കര പുരോഗമനവാദിയാവും. പക്ഷേ ആ ധൈര്യം നിങ്ങളൊരു മുഹമ്മദ് നബി ഒന്ന് വിമർശിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദുത്വവാദിയാവും, സംഘപരിവാർ അജണ്ടക്കാരനാവും. ഈ ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിന് ഒരു അടി പതറുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഈ ഒരു വെപ്പണൈസ് ചെയ്യുന്ന ബ്ലാസ്ഫമിക്ക് അതിന് തിരിച്ചടി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ. അത് ഹിന്ദുമതത്തിന് മുന്നിലായിരിക്കും ഞാൻ പറയുന്നതുകൊണ്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നൊരു പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ വെറുക്കുന്ന ഒരു മുഖം തന്നെ വീണ്ടും ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് കാണുമ്പോൾ അത് മാത്രം മതി തോക്കാൻ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പേരിൽ നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് മതരത്വം ഇല്ല. മതമാണ് വലുത് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് ഹുസൈനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ പ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്ന ഒത്തിരി അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു വിഷുക്കാലമായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടു ഒരു മന്തിക്കടയുടെ പരസ്യത്തില് കൃഷ്ണൻ മന്തി കഴിക്കുന്നതായിട്ടൊരു ഫോട്ടോ. ആ ഒരു പോസ്റ്റർ മാത്രമല്ല ഇറങ്ങിയിട്ട്, അതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും കുറെ കൃഷ്ണന്റെ കൈ വെച്ചും തല വെച്ചും ഒക്കെ ഒരുപാട് പോസ്റ്ററുകൾ ഇറങ്ങി. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പോസ്റ്റർ ആണെങ്കിലൊന്നും. ഇപ്പം നമുക്കൊക്കെ വിഷു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സിനിമ തന്നെയാണ്, അത് മീശമാധവനാണ്. അതിനകത്ത് ഹരിശ്രീ അശോകൻ്റെ കഥാപാത്രം നമുക്കറിയാം, അതിനകത്ത് കാണിക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലതരം മതങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ ഹിന്ദു മതവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ കഥാപാത്രവൽക്കരിച്ചുകൊണ്ട് അതിൽ ഇതേപോലെ തമാശ കണ്ടെത്തിയും അത് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഇതേപോലെ പരസ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. പക്ഷെ ഇപ്പം അതൊക്കെ വലിയ ചർച്ചയാവുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന്റെ ആകുമ്പോഴത്തേനും വളരെയധികം ചർച്ചയാവുന്നുണ്ട്. അതെ, ഇവിടെ ഈ വിഷയത്തിൽ ഞാൻ കാണുന്നത് അതിനും അപ്പുറത്തേക്ക് ഈ നമ്മുടെ നാട്ടിലൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഈ ബ്ലാസ്ഫമി ഒരു ഫ്രെയിം വർക്ക്, ഈ മതനിന്ദ എന്ന് പറയുന്നൊരു സാധനം, അതുപോലെ മതവ്രണം പൊട്ടുക എന്ന് പറയുന്നൊരു സംഗതി, ഇതൊക്കെ നമ്മളിവിടെ കാണുന്നതാണ്. പക്ഷേ ഇവിടെ കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു ഇരട്ടത്താപ്പാണ് എൻ്റെ പ്രശ്നം. അല്ലാതെ ഇതിനകത്ത് ഈ പറയുന്ന വിഷയം ഒരു വിഷയമായതിനോ അല്ലെങ്കിൽ അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതോ അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്ന വിഷയം ഇതിനകത്തുള്ള ഇരട്ടത്താപ്പാണ്. കാരണം ഈ ചോദ്യങ്ങൾ, ഇതിനെന്താ കുഴപ്പമെന്നുള്ള ചോദ്യം, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല എന്ന ചോദ്യം, അതല്ലെങ്കിൽ ഈ മതനിന്ദ ഒക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം, ഇതൊന്നും എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് കേൾക്കുന്നില്ല. അത് ഈ ഒരു ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് ഇവിടെ കൂടുതലും കേൾക്കുന്നത്. മറിച്ച് ഇവിടെ മറ്റ് ചില മതങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിഷയം വരുന്ന സമയത്ത് ഈ ചോദ്യമൊന്നും വരുന്നില്ല. ഇത് അവകാശമായിട്ട് മാറും, ഇത് വ്രണം പൊട്ടുക, അത് സൂക്ഷിക്കണം എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ ഒരു വിഷയം നമുക്കറിയാം, അതിൽ കോടതി പോലും വെറുതെ വിട്ടതാണ്. അതിനകത്ത് അങ്ങനെ ഒരു മതനിന്ദ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അങ്ങനെ ചോദ്യ പേപ്പറിൽ അങ്ങനെ ഒരു സംഭവമേ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും നമ്മുടെ മന്ത്രിമാർ, ഇവിടുത്തെ ഇടതുപക്ഷമൊക്കെ പറയുന്നത്, ഈവൻ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് മാഷ് ചെയ്തത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കോടതി വെറുതെ വിട്ടാൽ പോലും നമ്മൾ വിടുന്നില്ല. അപ്പോൾ അവിടെ മതനിന്ദ ആരോപിക്കുന്നു, അത് ശരിയാണെന്ന് പറയുന്നു, അങ്ങനെ ചെയ്തത് മാഷിൻ്റെ ഭാഗത്ത് സംഭവിച്ചൊരു പെശകാണെന്ന് പറയുന്നു, അത് ശരിയല്ല, അത് സൂക്ഷിക്കണമായിരുന്നു, മണ്ടനാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരെ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റൊന്നും ഒരു കുഴപ്പമില്ല ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പിന്നെ അതിലും മുകളിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് നുപൂർ ശർമ്മ വിഷയം. ഈ നുപൂർ ശർമ്മയുടെ വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ഇടയിൽ, പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ വലിയ വിഷയം ഉണ്ടാക്കിയത്. അപ്പം ഞാൻ അന്നുണ്ടായിരുന്ന എക്സ് മുസ്ലിം സംഘടനയുടെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടായ ഒരു വിഷയമാണത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ഹിറ്റ്ലർക്കാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഓരോ മനുഷ്യനുള്ള സംഗതിയാണ്. അത് BJP കാരനാണെങ്കിൽ ഇല്ല, മുസ്ലിം ആണെങ്കിൽ ഉണ്ട്, അത് ശരിയല്ല. അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഇതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ആര് പറഞ്ഞു, അതിനുള്ള ഇൻറ്റൻഷൻ എന്ത് എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇൻറ്റൻഷൻ ആർക്കാണ് ഇവിടെ അത് മാർക്കാണാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു അധികാരം ആർക്കാണ് വെച്ചു കൊടുക്കുന്നത്? ഇപ്പം മറ്റൊരു മതവിഭാഗത്തിന്റെ ആണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പൊ വിഷുവിന് മാത്രമല്ല, നമ്മളിപ്പോ പോസ്റ്റർ ഇറക്കാറുള്ളത് ക്രിസ്മസിന് ഇറക്കാറുണ്ട്, ഈസ്റ്ററിന് ഇറക്കാറുണ്ട്, എല്ലാ ആഘോഷങ്ങൾ വരുമ്പോൾ ഇറക്കാറുണ്ട്. പക്ഷേ
അതിൽ കാണുക എന്ന് പറഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് നമ്മൾ കൃഷ്ണനെ ഒക്കെ കാണുന്നത്. അത് ഉണ്ണിക്കണ്ണനെ വെണ്ണ കട്ട് തിന്നുന്ന ഉണ്ണിക്കണ്ണനെ കാണുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, മന്തി കഴിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനെ. അപ്പൊ അത് മനഃപൂർവ്വം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. എന്താണ് അപ്പം അങ്ങനെ അതിനെ പറ്റി പറയാനുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചെയ്ത പോസ്റ്ററിനോടൊപ്പം തന്നെയാണ്. അതിൽ തെറ്റ് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ ഈ പറയുന്ന എന്താണ് മീശമാധവനിൽ അങ്ങനെ കാണിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഇതും അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. പക്ഷെ പ്രശ്നം അതേപോലെ മുഹമ്മദ് നബിയെ ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പിരിറ്റിലെടുക്കാൻ നമുക്ക് പറ്റണം. അതാണ് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. അപ്പം ഞാൻ പറയുന്നത് സത്യത്തിൽ ഈ നിയമം ഏത് ദൈവത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്? അത് ശ്രീകൃഷ്ണനെ രക്ഷിക്കാനല്ല, അത് രാമനെയോ ബ്രഹ്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അത് കൊണ്ടുവന്ന അള്ളാഹുവിനെ രക്ഷിക്കാനാണ്. ഈ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മതനിന്ദ ബന്ധപ്പെടുത്തിയിട്ടുള്ള നിയമത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് അള്ളാഹുവിനെ മുഹമ്മദ് നബീനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമം ഉണ്ടാക്കി അത് വെപ്പണൈസ് ചെയ്ത് ഇത്ര നാളും അതിൽ അഹങ്കരിച്ച് നടന്ന ആളുകളാണ് ഇവിടുത്തെ ഇസ്ലാം മത പക്ഷക്കാരായിട്ടുള്ള ആളുകൾ. സർ തൻസെ ജുദ എന്ന് പറയുന്നത്, കഴുത്ത് വെട്ടണം എന്ന് പറയുമ്പോൾ അതിലൊരു കുഴപ്പം ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല. നൂപുർ ശർമ്മയുടെ വിഷയത്തിലൊക്കെ നമ്മളിവിടെ നാട്ടിൽ അരങ്ങേറിയ ചോദ്യമാണത്, അല്ലെങ്കിൽ ആ മുദ്രാവാക്യമാണത്. കഴുത്ത് വെട്ടണം എന്ന് പറയുമ്പോൾ ഗുസ്താഖ് നബി എ സസ സർ തൻസെ ജുദ എന്നാണ് പറയുക. അതായത് മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാൽ ഒരേ ഒരു ശിക്ഷയാണ് ഉള്ളത്, അത് കഴുത്ത് വെട്ടണം എന്നാണ് പറയുക. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉറുദുവിലും അറബിയിലൊക്കെ ഇത് പറയുമ്പോൾ അതിന് അവർക്ക് എവിടുന്ന് അവകാശം വെക്കുന്നത്? മതസ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറയാം. മതസ്വാതന്ത്ര്യം കഴുത്ത് വെട്ടാനില്ല, അത് കുരു പൊട്ടാനും ഇല്ല. കുരു പൊട്ടാനുള്ള അവകാശം നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കാണണം, അത് എല്ലാ മതത്തിനും വെച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പറയുമ്പോൾ കുരു പൊട്ടുന്നുണ്ട് എങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ശ്രീകൃഷ്ണനെ നിങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടും കണക്കായതുകൊണ്ട് അതിൽ കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. പക്ഷേ ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന പോലെ കാണണമെന്ന് എനിക്ക് വാശി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവനും വ്രണപ്പെടാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. ഞാനത് തമാശക്കാണെങ്കിലും പറയുന്നത് വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നാണ് ഞാൻ ചോദിക്കാറ്. ഇതിൽ അങ്ങനെ ഈ സാധനമൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ഒരു അവകാശം അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടെ ആരും വെച്ചു കൊടുത്തിട്ടില്ല. അത് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഒന്നുകിൽ അല്ലെങ്കിൽ ഈ പണി എടുക്കരുത്, ഇത് എടുത്ത് കളയാം. ഈ മതനിന്ദ എന്ന് പറയുന്ന സാധനം ഇവിടെ നിരോധിക്കണം. ഇതാണ് ഞാൻ പറയാം. മതനിന്ദ ഇവിടെ ഒരു നിയമമായിട്ടുണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. എൻ്റെയൊക്കെ പൊസിഷൻ അതാണ്. പക്ഷെ ഇവിടെ ഉണ്ട്, നിയമമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഉണ്ട് എന്ന സ്ഥിതിക്ക് ഇവിടെ ഉണ്ടായിരിക്കെ അതിനെന്ത് ചെയ്യണം? ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഈക്വൽ ആവണം എന്നുള്ളതാണ്. അതിവിടെ കാണുന്നില്ല. അപ്പോൾ പോസ്റ്റർ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഏത്തീസ്റ്റ് ഞാനത് ശരിയാണെന്നേ പറയുള്ളൂ. അത് പക്ഷേ മുഹമ്മദ് നബിക്കും ബാധകമാണ്, ക്രിസ്ത്യാനിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് ആ വിശ്വാസിയാണ്. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം എങ്ങനെയാണോ അതിനെ കാണുന്നത് അതേപോലെ കാണാനുള്ള അവകാശം അത് തുല്യമായത് ഹിന്ദുവിനുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് നമ്മുടെ പൊസിഷൻ. അവിടെ അത് ഈ ദൈവത്തിനെ ചെയ്താൽ കുഴപ്പമില്ലാതെ പിന്നെ നമ്മുടെ നാട്ടിലൊരു ഒരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾ വലിയ ബുദ്ധിജീവിയാണ്, നിങ്ങൾ വലിയ പുരോഗമനം പറയുന്ന ആളാണ് എന്ന് കാണിക്കുന്ന ഒരു എളുപ്പപ്പണിയുണ്ട്. ഒരു ഷോർട്ട് കട്ടാണ്. ഹിന്ദു ദൈവം ഏതെങ്കിലും വഴി പോകുന്ന ഒരു ദൈവത്തെ പിടിക്കുക, രണ്ടെണ്ണം പറയാം, നിങ്ങൾ ഭയങ്കര പുരോഗമനവാദിയാവും. പക്ഷേ ആ ധൈര്യം നിങ്ങളൊരു മുഹമ്മദ് നബി ഒന്ന് വിമർശിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദുത്വവാദിയാവും, സംഘപരിവാർ അജണ്ടക്കാരനാവും, നിങ്ങൾ മുസ്ലിം വേട്ടക്കാരനാവും. ഇങ്ങനെ പല പല ചാപ്പകളാണ് കിട്ടുക. ഇതൊന്നും നിങ്ങൾക്ക് ഹിന്ദു ദൈവത്തെ വിമർശിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഈ നിങ്ങൾ പുരോഗമനവാദിയാണെന്ന് പറയാൻ വേണം, എന്നാൽ ഈ പറയുന്ന ചാപ്പയൊന്നും നിങ്ങൾക്ക് കിട്ടാനും പാടില്ല എന്ന ഒരു ടാക്റ്റിക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ പണിയാണ്. ഏതെങ്കിലും അയ്യപ്പനെയോ ശിവനെയൊക്കെ രണ്ട് തെറി പറയാം, അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് കിട്ടും. രണ്ട് തരത്തിലുള്ള നിയമമാണ്, രണ്ട് പേർക്ക് രണ്ട് തരത്തിലുള്ള നിയമമാണ്. പക്ഷേ ആ ഇരട്ടത്താപ്പ് അതാണ് എൻ്റെ പ്രശ്നം. അത് ഇവിടെ വീണ്ടും വന്നു. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട വശം. പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു സ്വഭാവം, ഈ മതനിന്ദ എന്ന് പറയുന്നത് വെപ്പണൈസ് ചെയ്യുന്നൊരു അവസ്ഥ അതെല്ലാ മതങ്ങൾക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങൾ ഈ സെമിറ്റിക് മതങ്ങളാണ്. അതിൽ തന്നെ ജൂതമതം ഇത്രയും പ്രശ്നമില്ല. പിന്നെ ഉള്ളത് ഈ ക്രിസ്ത്യാനിറ്റിയും ഈ ഇസ്ലാമുമാണ്. അതിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയൊക്കെ ഒരുപാട് പിന്നോട്ട് പോയി. ഈ പറയുന്ന ലോകത്ത് ഇന്ന് ഈ മതനിന്ദ എന്ന് പറയുന്ന നിയമം അത് നടപ്പിലാക്കുന്ന, അതിൻ്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഒരെണ്ണം പോലും ഹിന്ദു രാഷ്ട്രമില്ല, ഒരെണ്ണം പോലും ക്രിസ്ത്യൻ രാഷ്ട്രമില്ല. അങ്ങനെ ഉണ്ടായിരിക്കെ അതിൽ ഈ പറയുന്ന ഇസ്ലാമിന് മാത്രം അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട്. അത് മതം തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ മതനിന്ദയ്ക്കുള്ള ശിക്ഷ എന്താണ്? വധശിക്ഷ വരെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സാധനം, ഇപ്പോൾ ഈ ശ്രീകൃഷ്ണനെ ഇങ്ങനെ ചെയ്തു,
ഇതിപ്പോൾ മുഹമ്മദ് നബിയെ വെച്ചിട്ടൊരു സംഗതിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതിപ്പോൾ സൗദിയിലോ വല്ല യമനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ തല പോയിട്ടുണ്ടാവും. അതാണ് സംഭവിക്കുക. അപ്പോൾ ഈ മതനിന്ദ എന്ന് പറയുന്നത് ഒരു വെപ്പണാക്കി വെച്ചിരിക്കുന്നത് ഈ സെമറ്റിക് മതങ്ങളിൽ ഇന്ന് നിലവിൽ അത് നടപ്പിലാക്കുന്നത് ഇസ്ലാമാണ്. വേറെ മതങ്ങളൊന്നും അത് ചെയ്യുന്നില്ല. ഈ ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിന് ഒരു അടി പതറുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഈ ഒരു വെപ്പണൈസ് ചെയ്യുന്ന ബ്ലാസ്ഫമിക്ക് അതിന് തിരിച്ചടി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ. അത് ഹിന്ദുമതത്തിന് മുന്നിലായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു പോസ്റ്റർ എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമല്ലായിരുന്നു ഇപ്പോൾ പ്രശ്നമായത്, ഇന്ത്യ മൊത്തത്തിലൊരു ചർച്ചാ വിഷയമായി മാറിയതൊന്നാണ്. അപ്പോഴാണ് ഹോട്ടലിന്റെ ഉടമകൾ തന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരറിഞ്ഞുകൊണ്ടല്ല, വേറെ പുറത്ത് കൊടുത്താണ്, പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവര് തന്നെയാണ് അത് ഷെയർ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം ഉണ്ടായ ഒരു തെറ്റായിട്ട് വേണ്ടേ കാണാൻ? ജോസഫ് മാഷിന്റെ വിഷയത്തിൽ മാഷ് പറയുന്ന എക്സ്പ്ലനേഷൻ എടുക്കാറുണ്ടോ? ഞാൻ മുഹമ്മദ് നബി ഇന്ന് നിങ്ങൾ ഇവിടെയുള്ള ജയിലിൽ പോവുക, അവിടെയുള്ള ജയിൽ പുള്ളികളിൽ വളരെ വലിയ കൊലപാതകമോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചതോ ഒക്കെ ആയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കുക. അതിനകത്ത് മുസ്ലിങ്ങളുടെ പേര് മാത്രം എടുക്കുക. ആ മുസ്ലിങ്ങളിൽ എത്ര പേർക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടാവും? അപ്പൊ മുഹമ്മദ് എന്ന് പേരുള്ളത് ഇവിടുത്തെ സാധാരണ മുസ്ലിമിന്റെ പേരാണ്. ഇവിടെ ബലാത്സംഗം ചെയ്തവനും കൊലപാതകം ചെയ്തവനും കള്ളക്കടത്ത് ചെയ്തവനും സ്വർണം കട്ടവനും എല്ലാവരുടെയും പേര് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതിനകത്തൊരു മുഹമ്മദ് കാണും. എന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ കള്ളനും കൊലപാതകയ്ക്കൊക്കെ ഉള്ളൊരു പേരാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടുത്തെ ഒരു മുസ്ലിമിന്റെ പേരാണത്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തിന് അങ്ങനെ ഒരു മുഹമ്മദ് എന്ന് പേരിട്ടതാണ്, ഞാനിത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് ജോസഫ് മാഷ് പറഞ്ഞിട്ട് ഇവിടുത്തെ എത്ര മുസ്ലിങ്ങൾ, അത് മുസ്ലിങ്ങൾ തീവ്രവാദികളുടെ കാര്യം വിടുക, സാധാരണ എത്ര മുസ്ലിങ്ങൾ അത് സമ്മതിക്കും? അവരിപ്പോഴും പറയുന്നത് ഇല്ല, മാഷ അത് മനഃപൂർവ്വം ചെയ്താണെന്നല്ലേ. അപ്പൊ അങ്ങനെ പറയാനുള്ള അവകാശം മുസ്ലിമിന് ഉണ്ട് എന്നല്ലേ അവിടെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നത്? അപ്പൊ പിന്നെ ഈ മഹർ മന്തി അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, അത് വേറെ ആരോ ഇട്ടതാണ് എന്ന് പറയുമ്പോൾ അത് എടുക്കണമെന്ന് നമ്മൾ എന്തർത്ഥത്തിലാണ് നമ്മൾ നിർബന്ധം പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അത് അവരുടെ ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ്, അത് ചെയ്തതിന് ഒരു തെറ്റുമില്ല. പക്ഷേ അത് കണ്ടിട്ട് വ്രണം പൊട്ടാനുള്ള അവകാശം അത് സാധാരണ ഹിന്ദുവിനുണ്ടെന്നേ. വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ? ഞാൻ ചോദിക്കുന്നത് അതാണ്. വ്രണം പൊട്ടാൻ, കുരു പൊട്ടാനുള്ള അവകാശവും ഹിന്ദുവിനുണ്ട്. അതാ ഞാൻ പറയുന്നത്. അതില്ലാന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചല്ല. ഇപ്പം മറ്റൊരു പ്രശ്നമാണ് ഉണ്ടായത്. ഇപ്പം നജ്മ തബ്ഷീറ ഒരു വിശ്വാശംസ കൊടുത്തപ്പോൾ വളരെയധികം അവർക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നു. ഒത്തിരി സൈബർ ആക്രമണം അവർ നേരിട്ടു. അവർക്ക് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു വിശ്വാശംസയിൽ എന്തിരിക്കുന്നു? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്കൊരു കള്ളത്തരം നമുക്ക് അധികം നാൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറയുന്നത് ഒരു കപടമുഖമാണ്. ഇസ്ലാമിൻ്റെ കാര്യം, മുസ്ലിങ്ങൾ മതേതരരായിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിൽ എന്താണ് മതേതരത്വം എന്ന് പറയുന്ന വിഷയത്തോട് പറയുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ്. ക്ലിയറാണ്. അപ്പോൾ ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ഇസ്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന് മതേതരമായിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ മതേതര സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് മതപരമായ ചടങ്ങുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്തൊരു മതേതരമായ ഒരു സാഹചര്യമാക്കി അതിനെ മാറ്റി അത് കൂടുതൽ ആളുകൾക്ക് ഒത്തുചേരാനുള്ള അവസരമാക്കി അതിനെ ട്രാൻസ്ഫോം ചെയ്ത് മതപരമായ ആഘോഷമാണെങ്കിൽ പോലും അതിനൊരു മതേതര മുഖം കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഹിന്ദു മിത്തോളജിയിൽ നിൽക്കുന്ന ഒരു സാധനമാണെങ്കിലും, ഇപ്പോൾ വാമനൻ വരുന്നു, അതുപോലെ മഹാബലി, ഇതുപോലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾ അതിനെ കാണുന്നത് ഒരു കേരളത്തിൻ്റെ ഉത്സവമായിട്ടാണ്. അതിനൊരു കൾച്ചറൽ ഒരു കണക്ഷൻ വരുന്നു. എല്ലാത്തിനും അങ്ങനെ ഉണ്ട്. ദീപാവലി പറയുമ്പോൾ അതിനകത്തൊരു രാമൻ വരുന്നു, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ, കേരളമായാലും ഇപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി രസമാണ് ഞാൻ നോക്കുമ്പോൾ. കാരണം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, പഞ്ചാബിൽ, നേപ്പാളിൽ, ശ്രീലങ്കയിലടക്കം ഈ ഏപ്രിൽ മാസത്തിൽ ഒരു ന്യൂ ഇയർ ആയിട്ടാണ് കാണുക. പല സ്ഥലത്തും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന് ഓരോരുത്തർക്കും ഓരോ പേരുകളാണ്. നമ്മളിവിടെ വിഷു എന്ന് വിളിക്കുന്നു, അതുപോലെ ബൈസാഖ എന്ന് പറഞ്ഞിട്ട് പേര്, അങ്ങനെ പല പല പേരിൽ പല സ്ഥലത്ത്. അപ്പോൾ ഇതൊരു കാർഷിക വൃത്തിയുമായിട്ട് കണക്ട് ചെയ്തൊരു സാധനമാണ്. എന്നാൽ അതിനകത്തൊരു ദൈവികമായ ഒരു സംഗതി ഉണ്ട്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് അവരുടെ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ ആഘോഷത്തിനൊക്കെ ഇതേപോലെ ബേസിസ് ഉള്ളത്, അതേപോലെ ഹിന്ദു മതത്തിനുള്ള ബേസിസ് ആണ്. അപ്പോൾ ഇതങ്ങ് അംഗീകരിച്ച് കൊടുക്കണം നമ്മൾ. അതിവിടെ എല്ലാവർക്കും സാധിക്കുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഹിന്ദുക്കളാരും വിഷു ആഘോഷിക്കാൻ വരുന്ന ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിങ്ങൾ കുറി തൊടണമെന്നോ നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരണമെന്നോ ഇതൊന്നും പറയുന്നില്ല. മാത്രമല്ല അതിനകത്ത് എല്ലാവർക്കും പങ്കുചേരാൻ പറ്റുന്ന തരത്തിലുള്ള മതേതരമായ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ഹിന്ദുവിനും കഴിക്കാം, ക്രിസ്ത്യാനിക്കും കഴിക്കാം, മുസ്ലിമിനും കഴിക്കാം, അല്ലേ?
അതേസമയം ഒരു മുസ്ലിമിൻ്റെ ആഘോഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെയല്ല. അതിനകത്ത് ഇപ്പോൾ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു. ചെറിയ പെരുന്നാളിന് ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ അത് ഹിന്ദുവിന് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ വലിയ മതേതരത്വമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നജ്മ തഫ്ഷീറുടെ വീട്ടിൽ തന്നെ നടക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറയണത്. ഏതൊരു മുസ്ലിമിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ചെറിയ പെരുന്നാളിൽ അരി പാക്ക് ചെയ്യും രാവിലെ നിസ്കരിക്കുന്നതിന് മുന്നേ. പക്ഷേ ഈ അരി നിങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? ഇത് മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള മതേതരമായ എലമെൻ്റ് അവിടെ പോയി. അതേസമയം ഒരു ഓണസദ്യ നിങ്ങൾ വിളമ്പുമ്പോൾ അത് അഹിന്ദുക്കൾക്ക് പറ്റൂല എന്ന് എവിടെയും പറയുന്നില്ല. അതെല്ലാവർക്കും കൊടുക്കാം. ഓക്കെ. ഇനി സക്കാത്ത് കൊടുക്കുന്നു, അത് ഇതിൻ്റെ ദാനധർമ്മം എന്നാണ് പറയുക. ദാനധർമ്മം എന്നൊന്നും വിളിച്ചാൽ അത് ശരിയല്ല. സക്കാത്തിൻ്റെ അവകാശികളിൽ ഹിന്ദുക്കളില്ല, അത് മുസ്ലിമിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി വലിയ പെരുന്നാൾ വന്നു, പോത്തിനെ അറക്കുന്നു, എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. ഉലുഹിയത്തിൻ്റെ ഇറച്ചി എന്നാണ് പറയുക. അത് ഹിന്ദുവിന് കൊടുക്കാൻ പറ്റുമോ? അതും കൊടുക്കാൻ പറ്റില്ല. അതും മുസ്ലിമിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലെവിടെ മതേതരത്വം? അപ്പോൾ ഇതൊക്കെ വർഗീയമായ കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെ ഓരോ ആഘോഷം. പിന്നെ ഇതിനകത്ത് എല്ലാവർക്കും കൂടി പങ്കുചേരാൻ പറ്റുന്നൊരു സാധനം എന്ന് പറയുന്നത് ആ കൂടി ബിരിയാണി തിന്നുക എന്നുള്ള സാധനമാണ്. അവിടെയും ഇവർ പറയുന്നത് എന്താണ്? നമ്മൾ അങ്ങനെ ഒരു ഇത് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊന്നും അത് പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും വന്നാൽ കൊടുത്തോ എന്നുള്ള ലെവലിലാണ്. അല്ലാതെ ഇത് അവർക്കും കൂടി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ ഓണം ആഘോഷം സംഘടിപ്പിക്കുന്ന പോലെ, ഒരു ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്ന പോലെ, ഒരു പെരുന്നാൾ ആഘോഷം സംഘടിപ്പിക്കാനുള്ള ഒരു സാധനം ഇതിനകത്തില്ല. അതേസമയം നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കാം, ക്രിസ്മസ് ഫ്രണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല പല സാധനങ്ങൾ ഓണത്തിന് നമ്മൾ ചെയ്യുന്നു, പലതും നമ്മൾ കാണുക. കാരണം ഈ എലമെൻ്റ് അതിനകത്തുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ളതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഈ മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യം ഉണ്ടാവും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പങ്കെടുക്കാൻ. അപ്പോൾ അത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നു, അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്താണ് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പറയുന്ന കാര്യം? ഓണം ഹറാമാണ്, ഓണം ഡിപ്ലോമാറ്റിക്കായിട്ട് ആഘോഷിക്കണം. സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞ കാര്യമാണത്. അതേപോലെ ഇപ്പോൾ ഈ അടുത്ത് കണ്ടു, ഓണത്തിന് സ്കൂളിൽ നിന്നാണ് മെസ്സേജ് പോയത്, ഓണം ആരും ആഘോഷിക്കരുത്, അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ ഇത് ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞൊന്നുമല്ല, ഇത് ഖുറാനിലെ ഹദീസിൽ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതിൽ ഇസ്ലാമിലെ അധ്യാപനം മുഹമ്മദ് നബിയുടെ ഹദീസ് തന്നെ ഉള്ളത്. ഏതെങ്കിലും ഒരു മുസ്ലിമുകളായിട്ടുള്ള ആളുകളുടെ ബഹുദൈവ ആരാധകരുടെ ആഘോഷത്തിൽ പങ്കെടുത്താൽ നിങ്ങളും അവരിൽപ്പെട്ടവരായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ ഇത് നേരെയാവും? അപ്പോൾ മതേതരമായ ആഘോഷങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ഇതിൽ പങ്കെടുത്താൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആരാണ്? മുസ്ലിങ്ങൾ തന്നെയാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ ആഘോഷത്തെ ഒരു നോമ്പ് നോറ്റു എന്ന് വിചാരിക്കും ഒരു ഹിന്ദു, നീ നോക്കരുത് അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുവും അവന് പിന്നാലെ വരാറില്ല. അവനത് നോറ്റു, ഓക്കെ, അവൻ്റെ ഇഷ്ടം, അവനായി, അവൻ്റെ പാടായി, അത്രയേ ഉള്ളൂ. ആ നോമ്പ് നോറ്റ് വെള്ളം കുടിക്കാതെ ലഞ്ച് സ്കിപ്പ് ചെയ്ത് എവിടെയെങ്കിലും തലയിറങ്ങി വീണാൽ അവൻ വരുത്തി വെച്ചതല്ലേ എന്നേ പറയുള്ളൂ. അല്ലാതെ അത് ഹറാം ആയതുകൊണ്ടാണെന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. ഒരു ഹിന്ദു അവൻ്റെ പിന്നാലെ പോകാൻ പോകുന്നില്ല. ഇനി അഥവാ ഒരു ഹിന്ദു അങ്ങനെ പറഞ്ഞു വിചാരിച്ചു, ഇപ്പോൾ വല്ല ശശികല ടീച്ചർ വല്ലതും പറഞ്ഞു വിചാരിച്ചു, ഈ ഹിന്ദുക്കൾ തന്നെയല്ലേ ശശികല ടീച്ചറിനെ പഞ്ഞിക്കിടുക അല്ലേ? അല്ലാതെ ശശികല ടീച്ചറിനെ ആരും പിന്തുണയ്ക്കാൻ പോകുന്നില്ല, ഒരു ഹിന്ദുവും പിന്തുണയ്ക്കാൻ പോകുന്നില്ല. അതേസമയം ഒരു മുസ്ലിം, ഇപ്പോൾ നജ്മ തഫ്ഷീറ ഇവിടെ പോയി ശരിയായില്ല, നജ്മ ചെയ്തത് വളരെ മോശമായി എന്നൊരു മുസ്ലിം കമൻ്റ് ഇടുമ്പോൾ അതിന് ലൈക്ക് കൊടുക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിൻ്റെ കാരണം ഈ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള മതേതരത്വം എന്ന് പറഞ്ഞാൽ അതൊരു കാപട്യമാണ് എന്നുള്ളത് തന്നെയാണ്. അത് തിരിച്ചറിയണം മുസ്ലിങ്ങൾ. അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചും കൂടിയും മനസ്സറിഞ്ഞിട്ട് മതേതരത്വത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മധുരത്വം ഉയർത്തി വെക്കുക. അപ്പോഴാണ് അതിനൊരു മധുരം ഉണ്ടാവുക. ഇപ്പോൾ സംഭവിക്കണം എന്താണ്? തലയ്ക്കൊരു അടി കിട്ടിയിട്ട് നമ്മൾ മതേതരത്വം പൊക്കി പിടിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ നീലക്കുറുക്കം കൂകി പോകുമല്ലോ എന്നൊരു പേടി പുറത്തോ, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മളെന്ത് മോശക്കാരാവും എന്ന ചിന്തയുടെ പുറത്ത് മതേതര മുഖം അണിഞ്ഞു നടക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളിൽ കൂടുതലും ഉള്ളത്. അത് ശരിയല്ല. മതേതരത്വം എന്ന് പറയുന്നത് വോളണ്ടറിലി അറിഞ്ഞു ചെയ്യേണ്ട അത് തന്നെ ഉണ്ടാവുന്ന സാധനമല്ല, അത് അറിഞ്ഞു ചെയ്യേണ്ട സംഭവമാണ്. ഇതിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നജ്മ തഫ്ഷീറ പോലും അതല്ല ചെയ്യുന്നത്. കാരണം അവർ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പേരിൽ നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് മതേതരത്വം ഇല്ല. മതമാണ് വലുത് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് പിന്നെ അത് മതേതരമാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ പിന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പേക്കൂത്ത് നടത്തുമ്പോൾ അത് നടത്തുന്ന സമയത്ത് അത് ഇതേപോലെ ചില സമയങ്ങളിൽ തിരിച്ചടിയായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം അത് ചില കാട്ടിക്കൂട്ടലുകളായിട്ട് മാറുകയാണ്. അത് അവരുടെ സ്വന്തം അണികളെ പോലും അവർക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നജ്മ തഫ്ഷീറുടെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പം ഇസ്ലാം മതത്തിലെ ഇസ്ലാം വിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നു എന്ന് പറയാറുണ്ട്.
അങ്ങനെ ചെയ്യുമ്പോഴും ഈ വിവാഹ കാര്യങ്ങൾ, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും സ്ത്രീകൾക്ക് നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതിലെവിടെയാണ് സ്ത്രീകളെ ആ നിയമങ്ങൾ സംരക്ഷിക്കുന്നത്? അല്ല, ഇത് നമ്മൾ പറഞ്ഞു മടുത്ത ഒരു സംഭവമാണ്. സ്ത്രീകളുടെ സംരക്ഷണം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ നജ്മ തബ്ഷീറയുടെ ഉദാഹരണം തന്നെ. കാരണം കാരണം അവരുടെ സ്ഥാനാർത്ഥി ഒരു വിഷയം വന്നപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു ഉപദേശം എന്താണ്? സംവരണ സീറ്റിൽ വേണമെങ്കിൽ നിന്നോ, പക്ഷെ ജനറൽ സീറ്റിൽ നിൽക്കരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥ നജ്മ തബ്ഷീറെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ സീറ്റിൽ നിന്നാൽ എന്താ കുഴപ്പം? കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നതാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെ പൊതു ഇടങ്ങളിൽ വരരുത്. ഖുറാനിലെ അല്ല ഹദീസിൽ പറഞ്ഞിരിക്കുന്ന സാധനമാണ്, സ്ത്രീ ഭരിക്കുന്ന ഇടം ആ നാട് മുടിയും എന്നാണ് മുഹമ്മദ് നബിയുടെ നബി വചനം. അപ്പോൾ കാരണം എന്താണ്? സ്ത്രീകൾ അങ്ങനെയാണെന്നാണ് നബി പഠിപ്പിച്ചു തരുന്നത്. പിന്നെ എങ്ങനെയാണ് ആ സ്ത്രീകൾക്ക് ഇതേപോലെ പൊങ്ങി വരാൻ കഴിയുക? അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകൾ ഭരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. ആ ഭരിക്കുന്ന സ്ഥലം മുടിഞ്ഞു പോകും എന്ന് തന്നെയാണ് പ്രവാചക വചനം. പിന്നെ ഇനി നമ്മളിതിൽ കൂടുതൽ വല്ലതും പറയേണ്ട കാര്യമാണ്. പക്ഷേ അപ്പം നജ്മ തബ്ഷീറെ പോലെയുള്ള വനിതാ ലീഗിൻ്റെ ഒക്കെ ആൾക്കാർ ഇത് എടുത്ത് ഉന്നയിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കിത് ഒന്നുകിൽ ഇത് അറിയാത്തതുകൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഓപ്പോസ് ചെയ്തിട്ട് അവർ ഒരു റിവോൾട്ട് ചെയ്യാണ് അവർ. അത് നല്ല കാര്യമാണ്, അവർ റിവോൾട്ട് ചെയ്തോട്ടെ, അതിന് നമുക്ക് എതിർപ്പൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മളുടെ ഈ അടുത്ത് തന്നെ നൂർബിന റഷീദ് ഒരു വലിയൊരു പ്രക്ഷോഭം പോലെ തന്നെ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചൊക്കെ നമ്മൾ കണ്ടു. അവരത് ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം എന്താണ്? കാരണം അവർ വളർന്നു വന്ന സാഹചര്യം മതേതരമായ സ്ത്രീ ശാക്തീകരണ വേദികളിലൂടെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. അവർ ശാക്തീകരിക്കപ്പെട്ട ഒരു വനിതയാണ്. അങ്ങനെ ഒരു വനിതയ്ക്ക് ഒരിക്കലും ഇസ്ലാമിൽ നിൽക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശവക്കുഴിയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. പൊളിറ്റിക്കലി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, എന്നാൽ വോട്ടെണ്ണലൊന്നും ആയിട്ടില്ല, എന്നാൽ ഇപ്പോഴും പ്രശ്നമാണ് മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നൊരു പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്. UDF-ലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ഉള്ളവർ ഇപ്പം സീറ്റ് ഇന്ന സ്ഥാനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞു വരെ ചെയ്തു. ഇപ്പം അവർ പറയുന്ന ഒരു കാര്യം മതമാണെന്ന് പറയുന്നവർ തന്നെ ഇപ്പം കേരളം ഭരിക്കാൻ പോയാൽ എങ്ങനെയായിരിക്കും? മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടി അത് നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നമ്മൾ കണ്ടിട്ട് വലിയൊരു പ്രശ്നം അതൊരു കൾട്ടായി മാറുന്നു എന്നുള്ളതാണ്. അവർ പലതും ചെയ്തു, പലതും അവർ ചെയ്തു, നന്മ അത് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിലെ പ്രശ്നം ഒരു ഫ്രീഡത്തിൻ്റെ ഇഷ്യൂ ആണ്. അതിനകത്തൊരു ഏകാധിപത്യ സ്വഭാവമുണ്ട്. പിണറായി വിജയൻ കഴിഞ്ഞിട്ട് പ്രളയം എന്നുള്ളൊരു ലെവലുണ്ട്. അതിന് വിരുദ്ധമാണ് സത്യത്തിൽ കോൺഗ്രസ്സിലെ ഈ ഒരു സാധനം. ആ ഒരു ജനാധിപത്യം, ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നല്ലതാണ്. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നേതാവിന് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്ത് നാട്ടുകാരെ മുഴുവൻ കുഴപ്പത്തിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ ആ അടി നല്ലതാണെന്നാണ് ഞാൻ പറയുക. ഒരാളുടെ മാത്രം കൺട്രോളിലേക്ക് കാര്യങ്ങൾ വരുന്നത് എപ്പോഴും അപകടം തന്നെയാണ്. ഇവിടെ ആ ഒരു വടംവലി ഉണ്ടാവുമ്പോൾ അതൊരു വടംവലിയായിട്ട് അവിടെ അവശേഷിക്കും. അങ്ങനെ ഒരു വടംവലി ഇപ്പോൾ ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് വിജയസാധ്യത ഒന്നുകൂടി കൂടിയേനെ. അവിടെ ഒരു ശൈലജ ടീച്ചർ വേഴ്സസ് ഒരു പിണറായി വിജയൻ വേഴ്സസ് ഒരു ഏതെങ്കിലും ഒരു രാധാകൃഷ്ണൻ അങ്ങനെയൊക്കെയാണ് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ മുഖം വന്നേനെ. അതില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ആളുകൾ വെറുക്കുന്ന ഒരു മുഖം തന്നെ വീണ്ടും ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ അത് മാത്രം മതി തോക്കാൻ, വേറെ ഒന്നും ആളുകളുടെ മനസ്സിലേക്ക് വരില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന്. പിന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ വിഷയം അതൊരു പ്രശ്നം തന്നെയാണ്. അതാണ് നമ്മളുടെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. കാരണം അതിൽ വളരെ വലിയ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് അതിൽ കിടക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ പോലെയൊക്കെയുള്ള തീവ്ര സ്വഭാവമുള്ള പാർട്ടികളെ അതിനെ വെളുപ്പിക്കുന്ന അതിൻ്റെ ആ ഐഡിയോളജിക്കൽ സാനിറ്റൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതൊക്കെ വളരെ വളരെ പ്രശ്നം പിടിച്ച കാര്യങ്ങളാണ്. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ പോകുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ വി.ഡി. സതീശനൊക്കെ എത്രമാത്രം വായിച്ച ആളാണ്, അനുഭവ സമ്പത്തുണ്ട്, പലതും അറിയുന്ന ആളാണെന്ന് പറയുമെങ്കിലും ഇസ്ലാമിക് പൊളിറ്റിക്സ് അത് ഒരു ജനാധിപത്യത്തിനുണ്ടാക്കുന്ന വിള്ളലുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. പല രാജ്യങ്ങളും ലീഗില്ലാണ്ട് ഇവർക്ക് ഭരിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി കൂടെ അവിടെയാണ് ഇതിന്റെ വിഷയം. ലീഗ് യഥാർത്ഥത്തിൽ ഒരു ജമാഅത്ത് ഇസ്ലാമി അല്ല, അതിന്റെ ബൈ ഡിസൈൻ. പക്ഷേ ഇന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഉള്ള ഒരു ബാക്ക്ഡോർ എൻട്രി ആയിട്ട് ഈ പറയുന്ന ലീഗ് മാറുകയാണ്. ആ മാറ്റം സതീശന് പിടിയിട്ടിട്ടില്ല. അതിൻ്റെ അപകടം എങ്ങനെയാണ് വരുന്നതെന്ന് പിടിയിട്ടിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പറയുന്ന പല നേതാക്കളും, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയൊക്കെ സത്യത്തിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ട്രോജൻ കുതിരകളാണ്. അവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വഭാവം ഈ മുസ്ലിം ലീഗിന് കൊടുത്ത് അതിനെ പതിയെ അതിനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്. ആ മാറ്റം കൂടുതൽ അപകടാവുകയും ചെയ്യാം. അവരുടെ കൈകളിലേക്ക് വരും ഇതിൻ്റെ ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെയാണ് ആദ്യം തിന്നുക. അതാണ് അതിൽ സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വന്നെങ്കിൽ അതിൽ നിന്ന് വിടും.
അത് അങ്ങനെ സംഭവിക്കുന്നത് കൂടുതൽ BJPക്കുള്ള ഗ്രോത്തിനുള്ള ഒരു പൊട്ടൻഷ്യലായിട്ട് അത് മാറും. ഇത് കൂടുതൽ അതായത് കോൺഗ്രസ് കൂടുതൽ നശിക്കാൻ അത് കാരണമാവുകയാണ് ചെയ്യുക. അതാണ് ലോകത്തെല്ലായിടത്തും സംഭവിച്ചുള്ള കാര്യമാണ്. ഈ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് ആരെയൊക്കെ കൂടെ പിടിച്ച് കയറി വന്നിട്ടുണ്ടോ, ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം വിജയിക്കുകയും അവരെ ആരാണോ പിന്തുണച്ചത് അതിനെ ആദ്യം കൊന്നു തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അത് ഇവിടെ സംഭവിക്കും. ഭരണത്തിൽ തന്നെ മാറ്റങ്ങൾ വരുമെന്നാണോ? മുസ്ലിം ഭരണത്തിൽ വരാനുള്ള റിഫ്ലക്റ്റ് ചെയ്യും, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഇപ്പം 5-ാം മന്ത്രി വിവാദം പോലെയൊക്കെയുള്ള സാധനങ്ങൾ, നിരന്തരം ഇത്തരം വാടംവലികൾ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ സംഭവിക്കാം. അതിനകത്ത് ഒരു വിഷയം തന്നെയാണ് ഇതിനകത്തുള്ള ആളുകൾക്ക്. അത് ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. ഓക്കെ, താങ്ക് യു.